ഇതുപോലെയൊക്കെ ഒരു 10 ചാട്ടം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 5-6 പേര് ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരാളെങ്കിലും ചേർന്ന് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ചാടിക്കഴിഞ്ഞാൽ എന്തായിരുന്നാലും സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന നക്കാപ്പിച്ച തുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ടൂറിസം വകുപ്പ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാതിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരത്ത് ആക്കുളം എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ടൂറിസം മേഖല. വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ടൂറിസം മേഖലയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. ഇതിനു മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തിനുള്ള വർക്കല എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ നിർമ്മിച്ച് വളരെ ഗംഭീരമായിട്ട് കൊട്ടിഘോഷിച്ച് വലിയൊരു ഉദ്ഘാടന മാമാങ്കം വരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ കൂടെ നടത്തിയതാണ്. അവിടെ ഉദ്ഘാടന മാമാങ്കത്തിനും പൊടിച്ചു ലക്ഷങ്ങൾ. ഇപ്പോൾ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനകത്തും സാധാരണക്കാരായ ജനങ്ങൾക്ക്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് സന്തോഷിക്കാൻ, ആനന്ദ നൃത്തമാടാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ കൂടി ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കണ്ടേ നമുക്ക്? ഈ പണ്ടാരോ പറയുമല്ലോ, മറ്റേ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറയുന്നത് പോലെ പൂച്ച പെറ്റി കിടക്കുന്ന നമ്മുടെ കേരള ഖജനാവിൽ നിന്നുമാണ് ഇതുപോലുള്ള കോടിക്കണക്കിന് രൂപ സ്വകാര്യ വ്യക്തികൾക്കല്ല സ്വകാര്യ ഏജൻസികൾക്ക് നൽകിക്കൊണ്ട് മറ്റുള്ള സബ് ഏജൻസികൾക്ക് നൽകി കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കല തന്നെയുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇതുപോലെ തന്നെ നമ്മുടെ ടൂറിസം വകുപ്പ് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. പക്ഷേ ആ ടൂറിസം സമർപ്പിച്ച ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ ഒരു ദിവസമെങ്കിലും വിനോദസഞ്ചാരികൾക്ക് നടക്കാനും ആസ്വദിക്കാനും പറ്റിയെങ്കിലും അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കേണ്ടി വരും. അതെന്നാൽ ഇതുവരെ ശരിയാക്കാനും നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന ഒരു ആശയവുമായിട്ട് നമ്മുടെ ടൂറിസം വകുപ്പ് വന്നത്. ഇത് ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം പോലും കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ ഒരു പാലത്തിൽ നിന്നും ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഒന്ന് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ പാലം ഇപ്പോഴും നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷവും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ അടച്ചിട്ടിരിക്കുന്നത്. ഇതുപോലെയൊക്കെ ഒരു 10 ചാട്ടം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 5-6 പേര് ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരാളെങ്കിലും ചേർന്ന് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ചാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ജീവന് അപായം സംഭവിച്ചേക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ ഒരു അപകടവും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ടൂറിസം വകുപ്പ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാതിരിക്കുന്നത്. ഇതാണ് വിശ്വപ്രസിദ്ധമായ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്, പത്മനാഭന്റെ മണ്ണിന് ഒരു അഭിമാനിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരമായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു പാലം. എന്തായിരുന്നാലും സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്ന് വീഴുന്ന നക്കാപ്പിച്ച തുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പും നമ്മുടെ ടൂറിസം വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഓട്ട ഖജനാവിനെയാണ് ഈ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഇത് മേൽനോട്ടം വഹിക്കാൻ പറ്റിയ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഇത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ദൂർത്ത് കെടുകാര്യസ്ഥത മൂലം നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത സാധാരണക്കാരായ പാവങ്ങളുടെ നികുതി പണം കൊണ്ട് ഇങ്ങനെ ദൂർത്തടിക്കാൻ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്തായിരുന്നാലും ബഹുമാനപ്പെട്ട
പൊതുമരാമത്ത് വകുപ്പിനോടും അല്ലെങ്കിൽ ടൂറിസം വകുപ്പിനോടും ടൂറിസം വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ മന്ത്രി റിയാസിനോടുമൊക്കെയുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാല് പിടിച്ച് പറയുകയാണ്, പാവങ്ങളെ ഇങ്ങനെ ദൂർത്തടിക്കാൻ വേണ്ടി കൊള്ളയടിക്കല്ലേ എന്നുള്ള അപേക്ഷയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.